ഞാനോരോ ചിത്രങ്ങൾ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ അതിനകത്തൊരു മെൻ്റൽ പേഷ്യൻ്റായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അതൊരു 3 മാസം പ്രാന്തും 3 മാസം പ്രാന്തില്ലാത്തൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ടി റസാഖ് എന്നോട് റസാഖൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് എൻ്റെ അച്ഛനെയാണ്. എൻ്റെ അച്ഛൻ മരിച്ചു പോണ സമയത്ത് വല്ലാത്തൊരവസ്ഥയായിരുന്നു, അബോധാവസ്ഥയായിരുന്നു. ആ ആരാ വന്നിരിക്കുന്ന അടുത്ത്, ഇവരാരാണ് ഒന്നും അറിയില്ല. അപ്പോൾ അച്ഛനിങ്ങനെ ഈ എല്ലാവരും മുഖത്ത് ഇങ്ങനെ തൊട്ടിട്ട് എന്താ പറയണമെന്ന് അറിയില്ല. അച്ഛൻ പറയും അവിടെ ഇത് ആൾക്കാർ ഇവിടെ 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 വന്നിട്ടുണ്ട്, അതുണ്ട്, വന്നിട്ടുണ്ട് അങ്ങനെ ഈ എന്താ പറയണതെന്ന് നമുക്കറിയില്ല. ആ പാവം അച്ഛൻ എൻ്റെ മരിക്കണ സമയത്ത് ഇത്തരത്തിലൊരു അവസ്ഥയായിരുന്നു. ആ അച്ഛൻ്റെ അവസ്ഥയിലെ ഒരു കുറച്ച് ഭാഗമാണ് ഞാനത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വാൽക്കണ്ണാടിയിൽ ഞാൻ ഇങ്ങനെ വയ്യാണ്ട് കിടന്നൊരു സീനുണ്ട്. ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ കാവിലിളം പാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടുകളൻ. നമുക്ക് ആ വാൽക്കണ്ണാടിയിലെ ഒരു രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ മെൻ്റൽ വന്നിട്ടുള്ള ആ രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ വാൽക്കണ്ണാടിയിലെ രംഗം കണ്ടു. ഞാനത് അത്രയും ഭയങ്കരമായിട്ട് എന്താ പറയുക മനസ്സ് നിറഞ്ഞ് ചെയ്തൊരു രംഗമായിരുന്നു. പിന്നെ അതിനകത്തൊരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ആ പാട്ടിൻ്റെ ഫസ്റ്റ് അക്ഷരം എന്നെ തന്നെ വെച്ചിട്ടായിരുന്നു. അത് എം ജയചന്ദ്രേട്ടൻ വളരെ മനോഹരമായിട്ട് ചെയ്തൊരു പാട്ടുകളാണ്. വാൽക്കണ്ണാടിലെ ഒരുവിധം പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്. ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, ടൈറ്റിൽ സീനിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. ഇത് നല്ല പാട്ടായിരുന്നു. അതിനകത്തൊക്കെ ഗീതു ശരിക്കും പറഞ്ഞാൽ ശരിക്കും ജീവിച്ച് അഭിനയിച്ചിരിക്കുക എന്നൊക്കെ പറയാൻ പറ്റും. മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പൊരുലേ മൗനരാഗം മോളൂലേ ഈ മിന്നണ മിന്നല്ലേ തരി താരിരരാരേ താരരിരാരി തണ്ടിരിരാരി താരിരരാരിരരാ. ആ പാട്ട് കേൾക്കാം. നമ്മൾ ചില സിനിമകളിൽ അഭിനയിക്കും, വില്ലൻ ക്യാരക്ടറായാലും അല്ലെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടറായാലും അഭിനയിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില സംവിധായകരെയും ആ കഥ എഴുതിയ ആൾക്കാർ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. അതിന് ഉദാഹരണമാണ് ഷായി സാറ് ചെയ്ത വല്യേട്ടൻ എന്ന് പറഞ്ഞ രംഗത്ത് ഞാനും സിദ്ദിഖാക്കും കൂടിയിട്ട് പാടത്തൊരു ഫൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഷായി സാറ് ചോദിച്ചു, എടാ കുട്ടാ നിനക്ക് ഇതിലെങ്ങനെ വീണിങ്ങനെ നിരങ്ങി പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പാടത്ത് നോക്കിയപ്പോൾ ആളുകൾ മൊത്തം ഇങ്ങനെ ചുറ്റും കൂടിയേക്കാം. ഞാൻ പറഞ്ഞു സാറേ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആദ്യം ഒരു വില്ലനിലേക്കൊക്കെ ഉള്ളൊരു ആരംഭമാണ് അത്. ഞാൻ പറഞ്ഞു സാറേ ഇത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖ പറഞ്ഞു, എടാ വേണ്ട ഭയങ്കര വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചീന്തിപ്പോവും, അല്ല നോക്കാം. ആദ്യം പോയി ഇറങ്ങി ഒന്ന് പാടത്തെ ചെളിയിലൊക്കെ ഒന്ന് ചവിട്ടി നോക്കിയിട്ട് ഞാനൊരു പോക്ക് പോകണ്ടായില്ല. ഈ സൈഡ് വെച്ച് വീണിട്ട് അങ്ങനെ തെറിച്ച് ഒറ്റ പോക്ക് പോകുന്നുണ്ട്. ആ രംഗം ഒരു ഡൂപ്പില്ലാതെ ചെയ്ത രംഗമാണ്. നമുക്ക് ആ വല്യേട്ടനിൽ ആ രംഗം ഒന്ന് കണ്ടു നോക്കാം. രംഗവും അതിലൊരു ഡയലോഗ് പറയുന്നതിനൊരു പ്രത്യേക പ്രസൻറ്റേഷനാണ്. അത് പറയുന്നുണ്ട്, ഭരതനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇത് സ്ഥലം വേറെയാ, മരതൂർമലയാ, കൊണ്ടോണ്ടി വരും കേട്ടാ. അങ്ങനത്തെ ഒരു സ്റ്റൈലിലുള്ളൊരു സംസാരമാണ് ആ പടത്തിൽ. നമുക്കതുകൊണ്ട് തന്നെ വല്യേട്ടനിൽ ആ രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്കിപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ ഞാൻ പഴയ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ട് വെച്ച് പറയുന്നില്ല, ചാലക്കുടി തന്നെയാണ്. അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലേക്കൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയകാലഘട്ടങ്ങളിൽ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം കണ്ടമാനം മുകളിലേക്ക് കൊണ്ട് പൊന്തി വരുമ്പോൾ ഈ ചവറുകളൊക്കെ ഈ പുഴയുടെ സൈഡിലേക്ക് ഇങ്ങനെ വീണ് നിൽക്കും. അപ്പോൾ വീണ് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ കുറേ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവും. അവരുടെ കൂടെ വഞ്ചിയിൽ ഇങ്ങനെ പോകും. വഞ്ചി പോയിട്ട് ഈ ചവറ് മുഴുവൻ വെട്ടി ഈ വഞ്ചിയിലേക്ക് ഇടും. ഈ വഞ്ചിയിലേക്ക് ഇട്ടിട്ട് ഒറ്റ വഞ്ചി ചവറാകുമ്പോൾ അതിന് അന്ന് എത്രയാണ് 150 റുപ്യ കണ്ട. അപ്പോൾ ഈ ചവറ് മുഴുവൻ കൊണ്ട് ഈ തെങ്ങിൻ്റെ കടയ്ക്ക് വളമായിട്ട് ഇടും. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഇപ്പോൾ അത് ഓർമ്മ വരണേ. സത്യം പറയാം കേട്ടോ, അത് ഈ പച്ചപ്പും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ പണ്ടൊക്കെ ചവറ് കൊട്ടാൻ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ തന്നെ. അങ്ങനെയുള്ള പടങ്ങളിലും നമ്മൾ എന്താ പറയുക അത്തരത്തിലുള്ള വേഷങ്ങൾ നമ്മളിപ്പോൾ ചെയ്തൊരു കർഷകൻ്റെ വേഷം ചെയ്തേക്കണം ഇപ്പോൾ മലയാളിയിലാണ്. അതുകൂടാതെ കണ്ട് തന്നെ എനിക്ക് കോമഡി രംഗങ്ങളിൽ ഞാൻ വല്ലാണ്ട് ചിരിച്ചു പോയ ഒരു രംഗം എന്ന് പറയുന്നത് ഞാനും ദിലീപും കൂടി അഭിനയിച്ച പഷ്ണിത്തോട് പാപ്പച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കഥാപാത്രം. ഞാനതിൽ നാടകം തിരക്കഥാകൃത്തൊക്കെ എഴുതുന്ന കഥാപാത്രമാണ്. ആ രംഗത്ത് എൻ്റെ അമ്മയാണെങ്കിൽ ഫിലോമന ചേച്ചിയാണ്. പാവന്ന് മരിച്ച് തലയ്ക്ക് മുകളിലെ ദൈവമേ, എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ചേച്ചിയായിരുന്നു. അതിൽ എൻ്റെ അമ്മ എന്നെ എപ്പോഴും, എടാ നീ നാടകം എഴുതാണ്ട് നീ പോയിട്ട് പശുവിനെ കൊണ്ട് കെട്ടടാ, എന്തുട്ടട ശല്യം നീ കാണിക്കണേ. ചേച്ചിയൊരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഈ പശുവിനെ ഞാൻ കൊണ്ടുപോകുമ്പോൾ ഈ പശു എന്നെ വലിച്ചിട്ടൊരു പോക്കുണ്ട്.
ഓരോ പറമ്പായ പറമ്പ് മുഴുവൻ കൊണ്ടുപോയി പുഴക്കൂടെ വലിച്ച് എവിടെയോ കൊണ്ടൊരു ഒറ്റ ഇടിയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അതിലൊരു പി എൻ്റെ തൊണ്ടയെ കുടുങ്ങിയിട്ട് എൻ്റെ ശബ്ദം മാറുന്ന ഒരു രംഗമുണ്ട്. നമുക്ക് ആ മന്ത്രമോതിരം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ആ കോമഡി രംഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. എന്താ ചെയ്യുക, എല്ലായിടത്തും ഇടിയും മഴയും. ഈ തവണത്തെ വിഷുഫലം എനിക്ക് തോന്നുന്നു ഇടിവെട്ടും കാറ്റും മഴയൊക്കെ തോന്നണേ. എൻ്റെ മോൾക്ക് ഭയങ്കര പേടി ഇടിവെട്ട് കേട്ടാൽ തന്നെ പാവം പോയി 2 തലയണ എടുത്ത് ചെവിട്ടിൽ പൊത്തി വെച്ചിട്ട് ഇടിവെട്ടണ അല്ലെങ്കിൽ അമ്മൂമ്മൻ്റെ മടി പോയി കിടക്കും. എൻ്റെ വീട്ടിൽ മോളും കരയും. അതേ സമയത്ത് എൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട് അപ്പു എന്ന് പറഞ്ഞാൽ അതും കരയും. രണ്ടിനും ഇടിവെട്ട് പേടിയാന്നുള്ളത്. എനിക്കും ഇടിവെട്ട് പേടിയാണ്. കാരണം ഞാൻ ആദ്യം ചെറുപ്പത്തിലെ ഒരു മിമിക്രിയൊക്കെ കളിക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തിലൊന്നൊരു 3/4 പവൻ്റെ മാലയുണ്ട്. ആ മാല ഇട്ടിട്ട് ഞാൻ ചാലക്കുടി പുഴയിൽ നിന്ന് പന്ത് കളിച്ച് കയറി വരുമ്പോൾ നല്ല മഴയാണ്. മഴയത്ത് പുഴയിൽ നിന്ന് കയറി വന്നിട്ട് എൻ്റെ കൈയും കാലും കഴിയുന്ന സമയത്ത് ഒറ്റ ഇടി വെട്ടിയിട്ട് ആ മാല ഇവിടെ നിന്ന് അങ്ങോട്ട് പകുതി അത് കത്തി ഉരുകിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അവിടെ മലക്കടിച്ച് വീണപ്പോഴേക്കും തൊട്ടപ്പുറത്തൊരു പോലീസ് സാറ് താമസിക്കുന്നുണ്ട്. അവരുടെ ഫാമിലി എല്ലാവരും വന്ന് എൻ്റെ നെഞ്ചത്തൊക്കെ ഇടിച്ച് ആകെ രക്തോട്ടം കിട്ടാൻ ഇടിച്ച് അവരുടെ ഇടി കൊണ്ടുകൊണ്ട് ഞാൻ ചത്തുപോയില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഇടിവെട്ട് അതിന് ശേഷം എനിക്കും പേടിയാണ്. പക്ഷേ നല്ല ഇടിവെട്ടും മഴയും വരികയാണ്. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ മഴയത്ത് എനിക്കൊരു ഡാൻസ് ചെയ്യാൻ തോന്നുന്നു. നമുക്കൊരു ഡാൻസ് ചെയ്യാം.